അസ്സലാമലൈക്കും. നമ്മളിന്ന് മൊറോക്കോയിലെ റബാത്തിലെ മോഡേൺ ആർട്ട് ഗാലറി കട്ട വന്നിരിക്കുന്ന ഒരുപാട് വിഷ്വൽസ് ഉണ്ട്, ഒക്കെ കാണാം. രാജകൊട്ടാരത്തിന്റെ അടുത്തുള്ള പള്ളിയിൽ നിന്ന് ജുമീൻ നിസ്കരിച്ച് ഞങ്ങൾ ഇന്ന് പോയത് ഇവിടുത്തെ ആർട്ട് ഗാലറിക്ക്. കയറി ചെന്നപ്പോ തന്നെ ജിമ്മിനായ ഒരു കുതിര കണ്ടിട്ടോ. ഇതൊരുത്തന്റെ കലയാണ്, നമ്മൾ പുച്ഛിക്കണില്ല. അതിന്റെ തൊട്ടപ്പോ തന്നെ ഇബ്നു ജാക്കുബർ ഗ്രാനൈറ്റിൽ കൊത്തിണ്ടാക്കിയ ഒരു പ്രാവ് ഉണ്ടായിനി. കവാടത്തിന്റെ അടുത്തായിട്ട് ഒരു ഉറുമ്പിനും ചുമരും ഉണ്ടാക്കി വെച്ചേ കാണേ. മിത്തുകളിൽ ഏതൻസിൽ ഒരു പെൺകുട്ടി ഉറുമ്പായി മാറിയതിന്റെ പ്രതികാരത്തിലും ഓർമ്മക്കൊക്കെ വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. പിന്നെ ഉള്ളിൽ കണ്ട് കയറപ്പോ യാ റബ്ബേ, ഒരു കലാലോകത്ത് കണ്ട് എത്തിയമാതിരി തോന്നിട്ടു. ഒരുപാട് കലാകാരന്മാരെ കലാവിരുത് അവിടെ ചുമരുമ്പോ ഇങ്ങനെ കാണാം. എനിക്കും കലാവാസന ഉണ്ടായോണ്ട് പോയത് വെറുതായില്ല. ഈ ഒരു ചിത്രത്തിന് പിന്നിൽ വല്ലാത്തൊരു കഥ ഉണ്ട് ട്ടോ. ഉമ്മ മരിച്ച സങ്കടത്തിൽ ഇമ്മാന്റെ ഡെഡ് ബോഡിയിൽ മൂപ്പര് ഗർഭപാത്രത്തിലായിരിക്കുമ്പോ മരിച്ച പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനൊരു പൂട്ടിട്ട് അതിന്റെ ചാവ് ഇമ്മന്റെ കൗത്തിലും തൂക്കിട്ട് കേട്ടത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട്. ഒരു പക്ഷിന്റെ കഥയാണ്. ആ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ പക്ഷി ഓരോ സ്ക്രീനിന്റെ അടുത്ത് പോയിക്കുമ്പോ അതിനനുസരിച്ചുള്ള ചിത്രം അതിലിങ്ങനെ വരും. അല്ല, നിങ്ങൾക്ക് ഈ മ്യൂസിയത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിയണ്ടേ? മുഹമ്മദ് സാദിസ് മ്യൂസിയം ഓഫ് മോഡേൺ ആൻഡ് കണ്ടംപററി ആർട്ട് എന്നാട്ടോ ഇതിന്റെ പേര്. നാഷണൽ ഫൗണ്ടേഷൻ ഓഫ് മ്യൂസിയം ഓഫ് മൊറോക്കോന്റെ കീഴിലാട്ടോ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2014 മുഹമ്മദ് സാദിസ് രാജാവാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഒരു ചിന്ന കലാകാരൻ എന്ന നിലക്ക് പോയത് ഹാപ്പിയായി. അപ്പൊ ഇന്നും കുറെ മൊറോക്കൻ വിശേഷങ്ങളായിട്ട് കാണാം. ബൈ ബൈ, അസ്സലാമു അലൈക്കും.